വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും. വിശിഷ്ട വ്യക്തികൾക്ക് വേദിയിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ, മന്ത്രി മുഹമ്മദ് റിയാസ്, എ.കെ. ശശീന്ദ്രൻ, ഒപ്പം മറ്റ് എം.എൽ.എമാർ അടക്കമുള്ളവരൊക്കെ വേദിയിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി ഇനി എത്തേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തിനായുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. അവരുടെ യാത്രാ ദുരിതം പരിഹാരമാകും എന്നതിൽ. ഇതാ ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ വേദിയിലേക്ക് എത്തുകയാണ്. സ്റ്റേറ്റ് കാർ, 1-ാം നമ്പറിലുള്ള സ്റ്റേറ്റ് കാർ അവിടെ വേദിയിലേക്ക് പ്രവേശിക്കുകയാണ്. മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി എത്തിയതോടുകൂടി തന്നെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം തന്നെ നടക്കും. വയനാടിന്റെ എം.പി. പ്രിയങ്ക ഗാന്ധിയും ഓൺലൈനായി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 2134 കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 8.73 കിലോമീറ്റർ പാതയുടെ 8.1 കിലോമീറ്റർ ഇരട്ട ടണലായിട്ടാണ് നിലവിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനോടകം തന്നെ ടണൽ റോഡിലേക്കുള്ള പ്രധാന പാതയുടെ പ്രവൃത്തിയൊക്കെ നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തിയുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് അവിടെ വേദിയിൽ നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി അവിടെ വേദിയിലേക്ക് എത്തുകയാണ്. 4 മണിക്കായിരുന്നു ഉദ്ഘാടന ചടങ്ങ് തീരുമാനിച്ചത്. പക്ഷേ ഒരല്പം വൈകിയിരിക്കുന്നു. അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അധികം വൈകാതെ തന്നെ ഉദ്ഘാടന ചടങ്ങിലേക്ക്, ഔപചാരിക ചടങ്ങുകളിലേക്ക് കടക്കും. മുഖ്യമന്ത്രി ആദ്യം നിർവഹിക്കുന്നത് ശിലാഫലകത്തിന്റെ അനാച്ഛാദന കർമ്മമാണ്. വേദിയിലെ മുൻനിരയിലുള്ള ബഹുമാന്യ വ്യക്തികൾ ശിലാഫലകത്തിനരികിലേക്ക് നിരന്നു നിൽക്കുകയും ബാക്കിയുള്ളവർ സ്റ്റേജിന്റെ മുൻവശത്തേക്ക്, ഡയസിന് മുൻവശത്തേക്ക് അണിചേർന്ന് നിൽക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, വികസനത്തിന്റെ പുതിയ അധ്യായത്തിന് ഇതാ ഇവിടെ തുടക്കം കുറിക്കുന്നു. ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകൾ ശിലാഫലകത്തിന് അനാച്ഛാദന കർമ്മം നിർവഹിക്കുകയാണ്.